اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ച് കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയും നിയന്ത്രണവും പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശ്വാസി സമൂഹം ഹജ്ജിൻ്റെ അവസാന കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് അനുവദിച്ച ആഘോഷങ്ങളിലൊന്നായ ബലിപെരുന്നാൾ, അത് ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ആരാധനാ കർമ്മത്തോടനുബന്ധിച്ചിട്ടാണ് അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ പെരുന്നാളിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലും ബലിപെരുന്നാൾ എന്നുള്ളതാണ്. ആ പെരുന്നാളിൻ്റെ അന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിനോടും ബന്ധിതമാക്കിക്കൊണ്ടാണ് ആ ഒരു ആഘോഷം പോലും അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടത് നിർവഹിക്കുന്ന ആളുകളും അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിർവഹിക്കുന്നത് എങ്കിൽ ഹജ്ജ് നിർവഹിക്കാത്ത മറ്റ് ആബാലവൃദ്ധ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മം എന്ന നിലയിലാണ് ആ ബലികർമ്മം നിർവഹിക്കുന്നത്. ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ബലിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില ആവിഷ്കാരങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ അവതരണത്തോടൊപ്പമൊക്കെ വളരെ സാരവത്തായ ചില സന്ദേശങ്ങളും വിശ്വാസികളായ നാം ഓരോരുത്തർക്കും അള്ളാഹു കൈമാറുന്നതായി നമുക്ക് ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നാമത്തേത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളായ ഖാബീലും ഹാബീലും നടത്തിയ ബലിയെ സംബന്ധിച്ചിട്ടാണ് ഖുർആനിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം. അവിടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, വതുലു അലൈഹിം നബ് അബ്നൈ ആദം, ആദമിൻ്റെ 2 മക്കളുടെ വൃത്താന്തം പ്രവാചകരെ താങ്കൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുക, അവരെ വായിച്ചു കേൾപ്പിക്കുക. ഇത് ഖറബ ഖുർബാനൻ, അവർ 2 പേരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ബലി സമർപ്പിച്ച സന്ദർഭം. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ, ആ 2 ആളുകളിൽ നിന്ന് ഒരാളുടെ കർമ്മം മാത്രം സ്വീകരിക്കപ്പെടുകയും വലം യതഖബ്ബൽ മിനൽ ആഖർ,
മറ്റേ വ്യക്തിയിൽ നിന്ന്, രണ്ടാമത്തെ ആളിൽ നിന്ന് ആ കർമ്മം സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ തൻ്റെ ബലികർമ്മം സ്വീകരിക്കപ്പെടാതെ, അല്ലെങ്കിൽ താൻ നിർവഹിച്ച കർമ്മം സ്വീകരിക്കപ്പെടാതെ തൻ്റെ സഹോദരൻ നിർവഹിച്ച കർമ്മം സ്വീകരിക്കപ്പെട്ടതിൽ അരിശം പൂണ്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ ഒരാൾ പറയുന്നുണ്ട്, ല അഖ്തുലന്നക, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ ഈ കർമ്മം സ്വീകരിക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഈ രോഷാകുലനായിക്കൊണ്ട് തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തൻ്റെ സഹോദരനോട് പറയുന്നുണ്ട്, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബലിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട ഒരു സന്ദർഭം, ഒരു ചരിത്രം പരാമർശിക്കുന്നിടത്ത് വളരെ സാരവത്തായ ഒരു സന്ദേശമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്നത്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ നിർവഹിക്കുന്ന, അല്ലെങ്കിൽ തഖ്വയോടുകൂടി നിർവഹിക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കാം, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന എന്തെല്ലാം കർമ്മങ്ങൾ, നിർബന്ധമാക്കപ്പെട്ടതും ഐച്ഛികമാക്കപ്പെട്ടതുമായ എത്രയോ കർമ്മങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ കർമ്മം സ്വീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വേവലാതിയും എനിക്കോ നിങ്ങൾക്കോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ രണ്ടു മക്കളുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ തഖ്വയോടുകൂടി നിർവഹിക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, ലൈ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും. നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ രക്തമോ അതിൻ്റെ മാംസമോ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത് നിങ്ങളുടെ ഭക്തിയാണ്, നിങ്ങളുടെ തഖ്വയാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഒരു കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സും ആ കർമ്മവും തമ്മിലുള്ള പൊരുത്തം എത്രത്തോളം ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത്, നിങ്ങളുടെ തഖ്വയാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ആകാര സൗഷ്ഠവത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ പളപളപ്പിലേക്കോ അല്ല അള്ളാഹു നോക്കുക. വലാകിൻ യൻദുറു ഇലാ അമാലിക്കും വഖുലൂബിക്കും. പക്ഷെ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. നിങ്ങളുടെ മനസ്സും നിങ്ങൾ നിർവഹിക്കുന്ന കർമ്മവും തമ്മിൽ എത്രത്തോളം പൊരുത്തമുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തേട്ടവും നമ്മുടെ മനസ്സിൻ്റെ നെയ്യത്തും ആ കർമ്മവും തമ്മിൽ നല്ല ഒരു പൊരുത്തമുണ്ടായിരിക്കണം, നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം. അപ്പോഴാണ് ആ കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു പൊരുത്തം അല്ലെങ്കിൽ ആ ഒരു തേട്ടം ആ കർമ്മങ്ങളുമായി കൊണ്ട് നമ്മുടെയൊക്കെ കർമ്മങ്ങളിൽ എത്രത്തോളം ചേർന്ന് പോകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു ഉരുവിനെ സ്വന്തമായി വാങ്ങി ബലിയെറുക്കാൻ നിവൃത്തിയുള്ള ഒരു മനുഷ്യൻ ആലോചിക്കുന്നത് 7 ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് എങ്ങനെ ആയിത്തീരാം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തമായിട്ടൊരു ഉരുവിനെ വാങ്ങി അതിനെ ബലിയെറുക്കാനുള്ള സാമ്പത്തിക ഭദ്രത പടച്ചവൻ നൽകിയ ഒരു വ്യക്തി അതിന് സന്നദ്ധനാകാതെ 7 ആളുകളുടെ കൂട്ടത്തിൽ എങ്ങനെ ഒരാളായി മാറാമെന്നാണ് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഈ ഒരു കർമ്മത്തിൽ പങ്കാളിയായി ഞാനും മാറിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രത പോലെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കടന്നു വരുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ബലിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു അവിടെ നമുക്ക് നൽകുന്ന സാരവത്തായ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നാം നിർവഹിക്കുന്ന ആ കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക നമ്മുടെ തഖ്വയെ, നമ്മുടെ സൂക്ഷ്മതയെ, നമ്മുടെ ഭക്തിയെ മാനദണ്ഡമാക്കിക്കൊണ്ടായിരിക്കും ആ കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതുമെന്നുമാണ് ആ ഒരു ചരിത്രം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതാണ് ഒരു സന്ദേശം. അപ്പോൾ ബലിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പരാമർശിക്കുന്നിടത്തൊക്കെ വിശ്വാസികൾക്ക് വലിയ പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദേശം ഇതാണ്: നമ്മൾ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭക്തിയും സൂക്ഷ്മതയും എത്രത്തോളമാണോ അതനുസരിച്ചിട്ടായിരിക്കും ആ കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ഒരു ബലിയുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു ഖുർആനിൽ പരാമർശിക്കുന്നത് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലാണ്. അധ്യായത്തിന് പേര് വരാൻ തന്നെയുള്ള കാരണം ഒരു പശുവിനെ ബലിയെറുക്കാൻ കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അധ്യായത്തിന് പേര് വരാൻ തന്നെ കാരണം. അവിടെ അള്ളാഹു ഒരു ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾക്ക് വലിയൊരു മെസ്സേജ് ആ ഒരു ചരിത്രത്തിലൂടെ അള്ളാഹു നൽകുന്നുണ്ട് എന്നർത്ഥം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറയുന്നുണ്ട്, ഇദ് ഖാല മൂസാ ലി ഖൗമിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. ഒരു പശുവിനെ ബലിയെറുക്കാൻ ഇത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പശുവിനെ ബലിയെറുത്താൽ മാത്രം മതിയായിരുന്നു അവർക്ക്. അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ ബലിയെറുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. ഈ കാര്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് പ്രതികരിച്ചത്, ഖാലു അതത്തഖിദുനാ ഹുസുവാ. മൂസാ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ബനി ഇസ്രായേലിൽപ്പെട്ട ധനികനായൊരു മനുഷ്യൻ, അയാൾക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, അനന്തരാവകാശികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തിൻ്റെയും അനന്തരം അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനായിരുന്നു, സ്വന്തം മക്കളില്ലാത്തത് കൊണ്ട്. പക്ഷേ ഈ പിതൃവ്യൻ മരിക്കുന്നതുവരെ കാത്തിരിക്കാൻ സഹോദരൻ്റെ മകന് കഴിഞ്ഞില്ല. ഈ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഈ സഹോദരൻ്റെ മകൻ തൻ്റെ പിതൃവ്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തി തെരുവിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഇട്ടു. നേരം വെളുത്ത് അദ്ദേഹം തന്നെ തൻ്റെ പിതൃവ്യനെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു, ഘാതകനെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ രംഗത്ത് വരികയും ഘാതകനെ അന്വേഷിക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒന്ന് ചെറുതാക്കി തീർക്കുവാനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒന്ന് കൊച്ചാക്കുവാനും വേണ്ടി ആ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, മൂസ, നീ പടച്ചവന്റെ പ്രവാചകനാണല്ലോ, എൻ്റെ പിതൃവ്യനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത്, അള്ളാഹു നിങ്ങളോടൊരു പശുവിനെ ബലിയെറുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ മൂസാ നബിയോട് ചോദിച്ചു, ഈ ഘാതകനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോൾ പശുവിനെ ബലിയെറുക്കാൻ എന്തിനാ ഞങ്ങളടുത്ത് പറയും? ഒരു ബന്ധമല്ലല്ലോ ഈ പറയുന്ന കാര്യം, ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയാണോ? ഖാല, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. വിവരം കെട്ട ആളുകളുടെ കൂട്ടത്തിലായി പോകുന്നതിനെ തൊട്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവസാനം അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ അവർ ചോദിച്ചത്? ഖാലു ഉദ്ഉ ലനാ റബ്ബക. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ അച്ചടക്കമില്ലായ്മയും അവരുടെ വിശ്വാസ ദൗർബല്യവും ഒക്കെ പ്രകടമാകുന്നുണ്ട് അവരുടെ ഓരോ ചോദ്യത്തിലും. അവർ മൂസാ നബിയോട് ആവശ്യപ്പെടുന്നത് ഉദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നല്ല അവർ പറഞ്ഞത്, നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞത്, നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാത്രം റബ്ബാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അവരെ ബോധ്യപ്പെടുത്താൻ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കിൽ നിന്ന് നിയുക്തനായ പ്രവാചകനാണ് എന്ന് ആ ജനതക്ക് ബോധ്യമാകാൻ വേണ്ടി അള്ളാഹു എന്തെല്ലാം തെളിവുകൾ അവരുടെ മുമ്പിൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത്രയൊക്കെ തെളിവുകൾ അവരുടെ മുമ്പിൽ ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിലും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകനിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പറയാ, ഉദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. എന്താണ്? യുബയ്യിൻ ലനാ മാഹിയ. ഈ പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, എങ്ങനെയുള്ള പശുവായിരിക്കണം അറക്കേണ്ടത്?
അത് എങ്ങനെയുള്ള പശുവിനെയായിരിക്കണം അറുക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നിന്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖാല, അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, വല്ലാതെ പ്രായമാകാത്തതായിരിക്കണം, തീരെ പ്രായം കുറഞ്ഞതാകാനും പാടില്ല, ഒരു ഇടത്തരം മൃഗത്തെയാണ് നിങ്ങൾ ബലിയെറുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു നിബന്ധന വന്നു. അതിവർ ചോദിച്ചതുകൊണ്ട് വന്നതാണ്. പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ പശുവിനെ അറുത്താൽ മതിയായിരുന്നു. കാരണം അള്ളാഹുവിങ്കിൽ നിന്ന് നിയുക്തനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൽപ്പന ശിരസ വഹിക്കേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർ ചോദിച്ചു പശു എങ്ങനെയുള്ളതായിരിക്കണം. അപ്പോൾ അവിടെ ഒരു നിബന്ധന വന്നു. വലിയ പ്രായമായതാകാൻ പാടില്ല, തീരെ പ്രായം കുറഞ്ഞതും ആകാൻ പാടില്ല, ഒരു ഇടത്തരം മൃഗത്തെയായിരിക്കണം നിങ്ങൾ ബലിയെറുക്കേണ്ടത്. അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടം പോലെ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ അവരുടെ ചോദ്യം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവർ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിച്ചു, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ. ശരി, എന്നാൽ ഇനി ആ പശുവിൻ്റെ നിറം ഏതു തരത്തിലുള്ളതായിരിക്കണം? ഞങ്ങൾ അറക്കാൻ തയ്യാറാണ്, പക്ഷേ ആ പശുവിൻ്റെ നിറം എങ്ങനെയുള്ളതായിരിക്കണം? അവരുടെ അടുത്ത ചോദ്യമാണ്. അപ്പോൾ അടുത്ത നിബന്ധന വന്നു. നിങ്ങൾ അറക്കേണ്ടിയിരിക്കുന്ന അടുത്ത ലക്ഷണം, പശുവിൻ്റെ അടുത്ത ലക്ഷണം വന്നു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാ ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള, കാണുന്ന ആളുകളിലൊക്കെ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നിറമുള്ള ഒരു പശുവിനെയായിരിക്കണം, തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള, കാണുന്ന ആളുകൾക്കൊക്കെ കൗതുകം തോന്നുന്ന രൂപത്തിലുള്ള ഒരു മൃഗത്തെയായിരിക്കണം നിങ്ങൾ അറുക്കേണ്ടത്. ചോദ്യം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ വീണ്ടും പറഞ്ഞു, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ. എങ്ങനെയുള്ള പശുവായിരിക്കണം ഒന്നുകൂടി വ്യക്തമാക്കി തരാൻ വേണ്ടി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണം. ഇന്നൽ ബഖറ തശാബഹ അലൈന, ഈ മഞ്ഞ നിറത്തിലുള്ള ഇടത്തരം പ്രായമുള്ള എത്രയോ പശുക്കളും മൃഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടി വ്യക്തത വേണം. അതുകൊണ്ട് ഏത് തരത്തിലുള്ള പശുവിനെയായിരിക്കണം അറുക്കേണ്ടത് എന്ന് ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ. കാർഷിക വൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ച മൃഗങ്ങളാകരുത്. നിലമുഴുവാനോ വെള്ളം നനക്കാനോ ഒക്കെ വേണ്ടി കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളെ ആയിരിക്കരുത് നിങ്ങൾ അറുക്കേണ്ടത്. മുസല്ലമത്തുൻ, എല്ലാവിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറ്റമറ്റതായിരിക്കണം, മുക്തമായിരിക്കണം, ഒരു കുറവുണ്ടാകാൻ പാടില്ല അതിന്. ലാഷിയത്ത ഫീഹ, അതിൽ പ്രത്യേകമായ വല്ല കലകളോ പാടുകളോ ഒന്നുമില്ലാത്ത, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ, കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാത്ത നല്ല ഒരു ഉരുവിനെയായിരിക്കണം നിങ്ങൾ ബലിയെറുക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് കാര്യം ഞങ്ങൾക്ക് വ്യക്തമായത്. ഫദബഹൂഹ, അങ്ങനെ അവരാ മൃഗത്തെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, എന്നാൽ അത് അവർക്ക് വേണ്ട വിധം നിർവഹിക്കാൻ കഴിയാവുന്ന വിധത്തിലായിരുന്നില്ല എന്നാണ്. തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ലക്ഷണമൊത്ത, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒത്ത ഒരു പശുവിനെ അന്വേഷിച്ചവർ ഒരുപാട് അലഞ്ഞു എന്നുള്ളതാണ്. ഈ ലക്ഷണമൊത്ത പശുവിനെ അന്വേഷിച്ചവർ ഒരുപാട് അലഞ്ഞു. അവസാനം ഈ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ ഒരു പശുവിനെ അവർ കണ്ടെത്തി. ആ പശുവിനെ വാങ്ങാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥനെ സമീപിച്ചപ്പോൾ ആ നാട്ടിൽ ആ ഒരു ഉരുവിനില്ലാത്ത വലിയ മോഹവിലയാണ് അദ്ദേഹം പറയുന്നത്. ചില തഫ്സീറിലേക്ക് കാണാൻ സാധിക്കും, ആ മൃഗത്തിൻ്റെ തോലിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള സ്വർണം തരികയാണ് എങ്കിൽ ഈ പശുവിനെ തരാമെന്ന് അവർ പറഞ്ഞു എന്നതിൻ്റെ ഉടമസ്ഥ. വേറെ ചില തഫ്സീറുകളൊക്കെ വ്യാഖ്യാനിച്ച് 10 പശുവിൻ്റെ പൈസ തരാണെങ്കിൽ ഈ ഒരു മൃഗത്തിൻ്റെ നിങ്ങൾക്ക് തരാമെന്നാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ആ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലൂടെ എത്രമാത്രം സങ്കീർണതകളിലേക്ക് ഒരു കർമ്മം നിർവഹിക്കാൻ അവരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നാണ് ഈ ഒരു ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ അള്ളാഹു ഈ ബലിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഭാഗമുണ്ട്. സൂറ അൽ മായിദയിലെ 101-ാമത്തെ വചനം. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തസ്അലു അൻ അശ്യാഇൻ, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട.
ഇൻ തുബ്ദലക്കും തസ്ഉക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ, വ്യക്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിർവഹിക്കുക പ്രയാസകരമായി മാറും. അതുകൊണ്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അനാവശ്യമായ ചോദ്യങ്ങൾ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അതിൻ്റെ പുറകെ നിങ്ങൾ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ പോകാൻ നിൽക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ബനു ഇസ്രായേല്യർക്ക് ആ ഒരു കർമ്മം നിർവഹിക്കാൻ അത് അത്രമാത്രം സങ്കീർണം, അവരെ കൊണ്ട് അപ്രാപ്യമായി തീർന്ന ഒരു സാഹചര്യത്തിലേക്കും അവരെ എത്തിച്ചത് അവർ ചോദിച്ച അനാവശ്യമായ ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില സന്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്ക് നൽകിയതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ, അള്ളാഹു നിങ്ങൾക്കിതാ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രവാചകൻ ഒരു ഹദീസിൽ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഖാല റജുലുൻ, അപ്പോൾ ആ സദസ്സിലിരുന്ന ഒരാൾ ചോദിച്ചു. അഖ്റ ഇബ്നു ഹാബിസാണ് എന്ന് ഒരു ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എല്ലാ വർഷത്തിലും ഞങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണോ? ഫഅറള അൻഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ചോദ്യത്തെ ആദ്യം അവഗണിച്ചു, കേട്ടതായി ഭാവിച്ചില്ല. ഹത്താ ആദ മർറത്തൈനി ഔ സലാസ, എന്നാൽ ആ വ്യക്തി തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. അയാൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഈ ചോദ്യം ആവർത്തിച്ചു പ്രവാചകന്റെ മുമ്പിൽ. ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനിഷ്ടത്തോടു കൂടി ചോദിച്ചു, മനിസായിൽ, ആരായി ചോദിച്ച ആള്? ഇങ്ങനെ കുറെ കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചോദ്യം വരുന്നു. പ്രവാചകൻ ചോദിച്ചു, ആരായി ഈ ചോദ്യം ചോദിച്ചത്? ഫഖാല ഫുലാൻ, അപ്പോൾ പറയപ്പെട്ടു ഇന്നയാളാണ് ആ ചോദ്യം ചോദിച്ചത്. ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ ഖുൽതു നഅം ലവജബത്, ഞാനെങ്ങാനും അതെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മേൽ നിർബന്ധമായി മാറുമായിരുന്നു. വലൗ വജബത് അലൈക്കും, അതെങ്ങാനും നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ മാ അത്തഖ്തുമൂഹു, നിങ്ങളെ കണ്ടത് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ കൊല്ലവും ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് ഞാനെങ്ങാനും നഅം അതെ എന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടും. നിങ്ങളുടെ മേൽ അങ്ങനെ നിർബന്ധമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിർവഹിക്കുക പ്രയാസകരമായി തീരുമായിരുന്നു. വലൗ തറക്തുമൂഹു ലകഫർതും, ഇനി അതെങ്ങാനും നിർവഹിക്കാതെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിലോ നിങ്ങൾ കുഫ്ർ ചെയ്ത ആളുകളായി മാറുമായിരുന്നു. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അശ്യാഇൻ, ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞാൽ തസ്ഉക്കും, അത് നിങ്ങൾക്ക് നിർവഹിക്കുക പ്രയാസകരമായി മാറും, ദുഷ്കരമായി മാറുമെന്ന ആ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകരുത് എന്ന ഒരു സാരവത്തായ സന്ദേശം ബനു ഇസ്രായേല്യരുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ബലിയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ആ ഒരു പരാമർശത്തിലൂടെ, ആ ചരിത്ര സംഭവത്തിലൂടെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നൊരു പാഠം അതാണ്. ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അധ്യാപനം ഈ രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ തആല ഫറള ഫറായിള, അള്ളാഹു നിങ്ങളുടെ മേൽ ചില നിർബന്ധ ബാധ്യതകൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചില നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഫലാ തുളയ്യിഉഹ, അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, പാഴാക്കി കളയരുത്, അത് നിങ്ങൾ നിർവഹിച്ചിരിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയും, വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹ, അള്ളാഹു ചില അതിർവരമ്പുകൾ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ അതിർവരമ്പുകളെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കരുത്, ആ അതിർവരമ്പുകളെ നിങ്ങൾ മറികടക്കരുത്. വഹറമ അശ്യാൻ, ചില കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഫലാ തൻതഹികൂഹ, അതിനെ നിങ്ങൾ ലംഘിക്കരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യത്തെ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വസക്കത്ത അൻ അശ്യാഇൻ, ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു മൗനം പാലിച്ചിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. റഹ്മത്തല്ലക്കും
ഗൈറ നിസിയാനിൻ, അത് അള്ളാഹുവിന് നിങ്ങളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. പടച്ചോൻ മറന്നുപോയതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, റഹ്മത്തല്ലക്കും, അത് നിങ്ങളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഗൈറ നിസിയാനിൻ, അത് പടച്ചറബ് മറന്നുപോയതല്ല. ഫലാ തബ്ഹസു അൻഹാ, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കാൻ നിൽക്കേണ്ടതില്ല. ഇത് ഇമാം ദാറുഖുത്നി ഉദ്ധരിക്കുന്നൊരു ഹദീസാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹു ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിൽ വീഴ്ച വരുത്താതെ നിങ്ങൾ നിർവഹിക്കണം. അള്ളാഹു ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് മറികടക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു മൗനം പുലർത്തിയിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. പടച്ചോൻ മറന്നുപോയതൊന്നുമല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സ്വഹീഹായ ഹദീസ് ഇപ്രകാരമാണ്, ദറൂനി മാ തറക്തും, ഞാൻ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബേജാറാകേണ്ട കാര്യമില്ല, നിങ്ങൾ കൂടുതൽ ബോധറാകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ മുൻപുള്ള ആളുകളെ നശിപ്പിക്കാൻ കാരണമായത് കസ്റത്തു സുആലിഹിം, അവരുടെ അധികമായ ചോദ്യങ്ങളായിരുന്നു എന്നാണ്. അവരുടെ അധിക ചോദ്യം, വഖ്തിലാഫിഹിം അലാ അംബിയാഹിം, അവരുടെ പ്രവാചകന്മാരുമായി കൊണ്ട് അവർ വച്ചു പുലർത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ അധിക ചോദ്യങ്ങളുമാണ് നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ നാശത്തിന് നിമിത്തമായി മാറിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാതെ വിട്ടേച്ച് പോയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളങ്ങ് വിട്ടേക്ക്. നിങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ പുറകെ അന്വേഷിച്ച് കൂടി പുറകെ പാഞ്ഞ് നിങ്ങൾ ഇടങ്ങേറാകേണ്ട കാര്യമില്ല എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബനു ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബലിയുടെ ചരിത്രം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അവിടെ നമുക്ക് നൽകുന്ന സാരവത്തായ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്, അനാവശ്യമായ ചോദ്യങ്ങളിലേക്കും അനാവശ്യമായ വിവാദങ്ങളിലേക്കും നമ്മൾ പോകാതിരിക്കുക എന്നുള്ള മഹത്തായ ഒരു സന്ദേശമാണ് ഈ ബനു ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട ഈ ഒരു ബലിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്ന മഹത്തായ മറ്റൊരു സന്ദേശം. അപ്പോൾ എവിടെയൊക്കെ ഈ ബലിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ വലിയൊരു സന്ദേശം അള്ളാഹു നമുക്ക് ബാക്കി വെച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ഓരോരുത്തരും മനസ്സുള്ള ആളുകളായി മാറുക. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ച് കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ബലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അള്ളാഹുവിൻ്റെ മിത്രം എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ ഒരുങ്ങിയതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ് ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊന്ന്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 102-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ ചരിത്രത്തെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരുപാട് ചരിത്രങ്ങൾ ആ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നൊരു ത്യാഗം, ഏറ്റവും തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സമർപ്പണം, അത് അദ്ദേഹത്തിൻ്റെ മകനെ ബലിയെറുക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 102-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്കത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫലമ്മ ബലഗ മഅഹു സഅയ, അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഓടി നടക്കുന്ന പ്രായം ആ കുട്ടി എത്തിയപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാനൊരു പ്രവാചകനാണ്. പ്രവാചകൻ എന്ന നിലക്ക് എനിക്കുണ്ടാകുന്ന സ്വപ്ന ദർശനങ്ങൾ വഹീൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പടച്ചവൻ്റെ കൽപ്പനയാണിത്. നിന്നെ ബലിയെറുക്കണമെന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഫൻദുർ മാദാ തറ, എന്താണ് മോനെ നിൻ്റെ അഭിപ്രായം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൻ്റെ നിറമായിക്കൊണ്ട്
തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളായിക്കൊണ്ട് ദീർഘകാലം താൻ നടത്തിയ പ്രാർത്ഥനകളുടെ ഫലമായിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനൊരു മകനെ നൽകുന്നത്. ആ മകനെ ബലിയെറുക്കുവാനാണ് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരിക്കുന്നത്. ഒരു പിതാവെന്ന നിലയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ആത്മസംഘർഷം എത്രത്തോളമായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊരു പിതാവാണ്, എൻ്റെ മുമ്പിൽ എത്രയോ പിതാക്കന്മാരും അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടാകും. നമ്മുടെ ഒരു മകനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നു കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആത്മസംഘർഷം എത്രത്തോളമായിരിക്കും. ആ ഒരു കർമ്മത്തിന് മുതിരാൻ നമ്മളിൽ എത്ര ആളുകൾ തയ്യാറായിരിക്കും. പക്ഷെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിൽ അദ്ദേഹം അന്നുവരെ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരംശം പോലും. ഇത് പടച്ചറബിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ മകനെ ബലിയെറുക്കാൻ അദ്ദേഹം സന്നദ്ധനായി എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മകനോടുള്ള പുത്രവാത്സല്യം അദ്ദേഹത്തിന് തടസ്സമായില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ഏറ്റവും അധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത് ഏത് കാര്യത്തിൽ? നമ്മുടെ ദീനിൻ്റെ കാര്യത്തിലെ ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നടത്തുന്നത്. എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ ദീനായിരിക്കും. കാരണം എളുപ്പത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ ദീനാണല്ലോ. അവിടെ നമ്മൾ പടച്ചവൻ്റെ ആജ്ഞകളില്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയുമില്ല, പടച്ചറബിൻ്റെ പ്രീതിക്കോ പൊരുത്തത്തിനോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനമില്ല. നമ്മൾ നിഷ്കരണം അത് തട്ടിക്കളഞ്ഞിട്ട് വേറെ ഒന്ന് സ്വീകരിക്കും. പക്ഷെ തൻ്റെ മകനെ ബലിയെറുക്കണമെന്ന അതിതീക്ഷ്ണമായ പരീക്ഷണം തൻ്റെ മുമ്പിൽ വന്നെത്തിയപ്പോൾ പടച്ചറബിൻ്റെ കൽപ്പന ശിരസാവഹിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി എന്നുള്ളതാണ്. തൻ്റെ മകൻ്റെ കഴുത്തിൽ ആ മകനെ അറുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സന്നദ്ധത എത്രത്തോളം ഉണ്ട് എന്ന് പടച്ചോൻ പരീക്ഷിക്കാണ്. ആ മകൻ്റെ അറുക്കാൻ വേണ്ടി മകൻ്റെ കഴുത്തിൽ അദ്ദേഹം കത്തിവെക്കുന്ന രംഗമുണ്ട്. അള്ളാഹുവിന് മനസ്സിലായി ഇബ്രാഹിം അത് ചെയ്യുന്നുള്ള കാര്യം. അപ്പോഴാണ് ഖദ് സദ്ദഖ്ത റുഇയ, ഇബ്രാഹിം താങ്കൾ താങ്കളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു, താങ്കളുടെ മകന് പകരം താങ്കൾ ഈ മൃഗത്തെ ബലിയെറുക്കുക എന്ന പടച്ചവൻ്റെ കൽപ്പനയുണ്ടാകുന്നത്. എന്നാലോചിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിക്കുന്നതിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ പുത്രവാത്സല്യം അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല എന്നുള്ളതാണ്. ഇനി ആ മകൻ്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആ മകൻ ആ പിതാവിന് നൽകുന്ന മറുപടി എന്താണ്? അള്ളാഹുവിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത ആ പിതാവിനെ കണ്ടും അനുഭവിച്ചും വളർന്നു വന്ന ആ മകൻ, ആ പിതാവിൻ്റെ വിശ്വാസത്തിനൊത്ത ഒരു പ്രതികരണം. യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പൊന്നു പിതാവേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. എന്നെ അറുക്കണമെന്നാണോ അള്ളാഹുവിൻ്റെ കൽപ്പന? അറുത്തോളൂ, എന്നെ അറുത്തോളൂ. സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ക്ഷമയവലംബിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ മകനെ നിങ്ങൾക്ക് കാണാം. പടച്ചവന്റെ കൽപ്പന എന്താണോ അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക, എന്നെ അറുത്തോളൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിലപ്പെട്ടതും സ്വന്തം ജീവനാണെങ്കിൽ ജീവൻ, സ്വന്തം മക്കളാണ് എങ്കിൽ സ്വന്തം മക്കൾ, സമ്പത്താണ് എങ്കിൽ സമ്പത്ത്, അതുപോലെ തന്നെ വില പിടിച്ചത് എന്തൊക്കെയുണ്ടോ എന്തൊക്കെയായിരുന്നാലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അതിനെ ത്യജിക്കുവാൻ, പടച്ചവന്റെ മാർഗത്തിൽ അത് സമർപ്പിക്കുവാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈ ചരിത്ര പരാമർശത്തിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകുന്ന മഹത്തായ മറ്റൊരു സന്ദേശം. ഏറ്റവും പ്രിയപ്പെട്ടത് പടച്ചോനായിരിക്കണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ആളുകളൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചില ഹൃദയസ്പൃക്കായ ചില രംഗങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാനോട് പറയാണത്രേ. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മകൻ പിതാവിനോട് പറയാണ്, യാ ബത്തി ഉഷ്ദുദ് രിബാതി, എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ കയ്യും കാലും കെട്ടുമ്പോൾ അത് മുറുക്കി കെട്ടണം. ഹത്താല അൽതരിബ, എനിക്കൊന്ന് പിടക്കാൻ പോലും അവസരം കിട്ടാത്ത രൂപത്തിൽ, അതിനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത വിധത്തിൽ അത്രത്തോളം ശക്തമായി കൊണ്ട് എൻ്റെ കൈകാലുകൾ ബന്ധിക്കണം. വഖ്ഫുഫ് അന്നി സിയാബക ഹത്താ ലാ യൻതലിഹ അലൈഹ മിൻ ദമി ശൈഅ, എൻ്റെ കഴുത്തിൽ നിന്ന് ചീറ്റുന്ന ഒരു തുള്ളി ചോര പോലും താങ്കളുടെ വസ്ത്രത്തിൽ പറ്റാതിരിക്കാൻ താങ്കളുടെ വസ്ത്രം താങ്കൾ ഉയർത്തി ഉടുക്കണം.
ഫതറാഹു ഉമ്മി ഫതഹ്സൻ, ഒരു തുള്ളി ചോരയെങ്ങാനും താങ്കളുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എൻ്റെ ഉമ്മ കാണുകയാണ് എങ്കിൽ എൻ്റെ ഉമ്മക്ക് വല്ലാത്ത വിഷമം തോന്നും. അതുകൊണ്ട് ആ ചോരയുടെ തുള്ളി താങ്കളുടെ വസ്ത്രത്തിൽ പറ്റാതിരിക്കാൻ വസ്ത്രം ഉയർത്തി കൊടുക്കണം. എൻ്റെ കഴുത്തിലൂടെ കത്തി അങ്ങ് വേഗത്തിൽ ചലിപ്പിക്കണം. ലിയക്കൂന അഹ്വന ലിൽ മൗത്ത്, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ കഴുത്തിലൂടെ നിങ്ങൾ കത്തി വേഗത്തിൽ ചലിപ്പിക്കണം. ഫൈദാ അതൈത ഉമ്മി, എൻ്റെ ഉമ്മയുടെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഫഖറ അലൈഹാ മിന്നി അസ്സലാം, എൻ്റെ ഉമ്മയോട് എൻ്റെ സലാം പറയണം. ഒന്ന് ആലോചിച്ചു, എന്തുമാത്രം സമർപ്പണമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ ത്യജിക്കാൻ സന്നദ്ധനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗ മനസ്ഥിതി, അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം എത്രത്തോളം മഹത്തരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ചവൻ്റെ പ്രീതിക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ, അവൻ്റെ ആജ്ഞകളും അവൻ്റെ കൽപ്പനകളും ശിരസാവഹിക്കാൻ എന്തിനും സന്നദ്ധനാണ് എന്ന ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം. അതാണ് ഈ ബലിയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. പടച്ചവൻ്റെ ഏതു കൽപ്പനയും ശിരസാവഹിക്കാൻ അവരോരോരുത്തരും തയ്യാറായിരിക്കുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ടുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എൻ്റെയും നിങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വചനം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നൊരു ആയത്തുണ്ട്. ഖുൽ, നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വൈഹ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം നേരിട്ടേക്കുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിന തർലൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ ഭവനങ്ങൾ, ഇവയൊക്കെയാണ് വഅംവാലുൻ ഇഖ്തറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ചൊരു കൂട്ടി വച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത്. ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും മേൽപ്പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ളത് എങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു മിൻ അംരി, അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വന്നു ചേരുന്നതിനെ തൊട്ട് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ശിക്ഷയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതൊന്നും വേണ്ട എന്നല്ല. നമ്മുടെ മക്കളായിരുന്നാലും, നമ്മുടെ ഇണകളായിരുന്നാലും, മാതാപിതാക്കളായിരുന്നാലും, കച്ചവടമായിരുന്നാലും, സമ്പാദ്യമായിരുന്നാലും, നമ്മൾ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടായിരുന്നാലും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശിരസാവഹിക്കുന്നതിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതൊരു തടസ്സമായി മാറരുത് എന്നാണ് ഈ അധ്യാപനത്തിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉപജീവന വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ നിങ്ങൾ അവഗണിക്കുകയാണ് എങ്കിൽ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപജീവന വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായി തീരുകയാണ് എങ്കിൽ അതിൻ്റെ തിക്തഫലം എന്തായിരിക്കും? സല്ലത്തല്ലാഹു അലൈക്കും ദില്ലൻ, അള്ളാഹു നിങ്ങളുടെ മേൽ പതിത്വം അടിച്ചേൽപ്പിക്കും. നിന്യത അള്ളാഹു നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ലാ യൻസഉഹു, ആ നിന്യതയെ അള്ളാഹു നിങ്ങളിൽ നിന്ന് എടുത്തു നീക്കുകയില്ല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങി വന്നാലല്ലാതെ നിങ്ങളുടെ മേൽ നിന്ന് അള്ളാഹു ആ പതിത്തത്തെ എടുത്തു നീക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈ ബലിയുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകുന്ന മഹത്തായ ഒരു സന്ദേശം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും ത്യജിക്കുവാനും സമർപ്പിക്കുവാനും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്കൊക്കെ നൽകുന്ന ഒരു സന്ദേശം. അപ്പോൾ ഈ ബലിയുമായി ബന്ധപ്പെട്ട ബലിപെരുന്നാളാണ്. ബലിയുമായി ബന്ധപ്പെട്ട ഖുർആനിൽ നൽകപ്പെട്ടിട്ടുള്ള ഈ പരാമർശങ്ങളിലൊക്കെ അള്ളാഹു നൽകുന്ന ഈ മഹത്തായ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും തയ്യാറായി തീരുക. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും
ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും നീ ശിഫ പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആരോഗ്യവും ആഫിയത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹബുർ-റാഹിമീനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا